ഇത് നമുക്ക് പറയാനുള്ളത് എല്ലാ പേരൻസിനോടും, പ്രത്യേകിച്ച് അമ്മമാരോട്. വോമിറ്റിംഗ് ഈസ് ബർത്ത് റേറ്റ് ഓഫ് എ ചൈൽഡ്. അതാണ് ഇതിന്റെ ബേസിക് ഫണ്ട്. ഓക്കെ, വോമിറ്റ് ചെയ്യും കുട്ടികൾ, അത് തട്ടിക്കൊടുക്കും, ഗ്യാസ്, പല കാര്യങ്ങളും. പക്ഷെ ഒരു ന്യൂ ബോൺ, ഞാൻ പറഞ്ഞ ഒരു വിതിൻ ഒരു 1 മന്തിന്റെ ഉള്ളിൽ ഗ്രീനിഷ് വോമിറ്റിംഗ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എ പ്രോബ്ലം. വി ആർ ഡൂയിങ് സർജറി ഓൺ ചിൽഡ്രൻ. ഗോഡ് ഒരു ക്രിയേഷൻ ഉണ്ടാക്കുന്നു, അതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റുന്നു. അപ്പം അതിനെ കറക്റ്റ് ചെയ്യുന്ന സർജൻസ് ആണ് ശരിക്കും പീഡിയാട്രിക് ആൻഡ് നിയോനേറ്റൽ സർജൻസ്. കടല, കപ്പലണ്ടി, ബദാം, പിസ്ത, ഈ സാധനങ്ങളുണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ 5 ഇയേഴ്സിന് താഴെ കൊടുക്കരുത്. എല്ലാ കൺജനിറ്റൽ അനോമലീസിനും കറക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടത് ലെസ് ദാൻ 1 ഇയറിലാണ് മോസ്റ്റ് ഓഫ് ദ അനോമലീസ്. അപ്പോഴാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അപ്പം ഇത് വെച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വല്ല വയറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ടെസ്റ്റിക്കുലർ ട്യൂമറായിട്ട് അഡൽട്ട് യൂറോളജിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ എടുത്തെടുക്കുക. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ടെസ്റ്റിസ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങളുടെ മകൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം വേണം. വേർ ഈസ് മൈ റൈറ്റ് ഓർ ലെഫ്റ്റ് ടെസ്റ്റിസ്? അത് ഉണ്ടായിരുന്നോ? അത് നിങ്ങളത് അത് നശിച്ചു പോയതാണോ? അത് ഉണ്ടാവാതിരുന്നതാണോ? അത് ഉണ്ടായിട്ട് നശിച്ചു പോയതാണോ? ഇന്നാൾ ഒരുത്തൻ വന്നത്, ഒരു ബേബി വന്നത്, അവൻ ചെറുതൊന്നുമില്ല കേട്ടോ, അവൻ ആൾ വിരുദ്ധനാണ്, 4 വയസ്സ് 5 വയസ്സുണ്ട്. ഇവൻ എന്ത് ചെയ്യുന്നത്? ഇവൻ ഈ വിസിലുണ്ടല്ലോ, വിസിൽ ഊതിക്കൊണ്ടിരിക്കും. ഇവന് കുറച്ചും ബോറടിച്ച് ഇതിന് ഇങ്ങനെ മാത്രം ഊതുമ്പോൾ ശബ്ദം വരാൻ തിരിച്ചൊന്നും ഊതിയാക്കുന്നു. അപ്പോൾ അവൻ തിരിച്ചു വെച്ചിട്ട് ഒറ്റ വലിയാണ്. പിന്നെ ഒന്നും കാണില്ല. പിന്നെ കീന്ന ശബ്ദം കേട്ട് അവന് മനസ്സിലാവും. പിന്നെ എവിടെയാണെന്ന് അവൻ അറിയില്ല. അവൻ ഒന്നും പിന്നെ അവൻ പോയി ഒന്ന് ചുമച്ച് അവനൊന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പം എന്താ അമ്മ ചെറിയൊരു ശബ്ദം, തമാശ പറയില്ല, സിനിമയിൽ ശരിക്കും